ഒരു പാൻ ചൂടായതിനു ശേഷം അതിലേക്ക് 3 മുതൽ 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയതിനു ശേഷം ചെറുതായി അരിഞ്ഞ 6 അല്ലി വെളുത്തുള്ളി, ഒരു മീഡിയം സൈസ് ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർക്കുക. ഇത്രയും ഇട്ടതിനു ശേഷം നന്നായി വഴറ്റി കൊടുക്കുക. എല്ലാം കൂടി നന്നായി വഴറ്റിയതിനു ശേഷം ഫ്ലെയിം നന്നായി കുറച്ചുവെച്ചതിനു ശേഷം ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി എന്നിവ ചേർക്കുക. കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നമ്മുടെ മീൻകറിക്ക് നല്ല കളർ കിട്ടുന്നതായിരിക്കും. മുളകിട്ട മീൻകറിയുടെ പ്രത്യേകത തന്നെ രുചിയും അതോടൊപ്പം മീൻകറിയുടെ കളറുമാണ്. എല്ലാം കൂടെ നന്നായി തുടർച്ചയായി വഴറ്റിക്കൊടുത്തുകൊണ്ടേയിരിക്കുക. ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ ഇട്ടാണ് നമ്മൾ വഴറ്റിക്കൊടുക്കേണ്ടത്. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന മീനിന്റെ അളവനുസരിച്ച് ഞാൻ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടുത്തതായി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നന്നായി തിളച്ചു വന്നിരിക്കുകയാണ്. അടുത്തതായി ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ എടുത്തിരിക്കുന്ന മീൻ ഇതുപോലെ നിരത്തി വെക്കുക. അതോടൊപ്പം 5 കുടംപുളി കൂടി ചേർക്കുക. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന തിളച്ച മീൻകറിക്കുള്ള ഗ്രേവി ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ഗ്രേവി ഉണ്ടാക്കുന്നത് പൊടികൾ കരിയുന്ന പ്രശ്നമുണ്ടാകാതെയിരിക്കാനാണ്. പൊടികൾ കരിഞ്ഞു പോയാൽ മീൻകറിയുടെ സ്വാദും മാറും. മീഡിയം ഫ്ലെയിമിൽ വെച്ചതിനു ശേഷം നമുക്കിത് അടച്ചുവെച്ച് വേവിക്കാം. ഇടക്ക് ഒന്ന് പതിയെ ഇളക്കി കൊടുക്കാം. ശ്രദ്ധിക്കുക, വളരെ പതിയെ മാത്രമേ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകുന്നതായിരിക്കും. 20 മിനിറ്റിനു ശേഷം നമ്മുടെ മീൻകറി ഏകദേശം റെഡിയായിരിക്കുകയാണ്. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ മീൻകറിക്ക് നല്ല സ്വാദ് കൊടുക്കുന്ന ഒന്നാണ്. സ്വാദിഷ്ടമായ മുളകിട്ട മീൻകറി ഇവിടെ റെഡിയായിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വളരെ സ്വാദിഷ്ടമായ മീൻകറി നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.